ദൈവം നിങ്ങളോട് മാറ്റുവാൻ പറയുന്ന എന്തെങ്കിലും ഒരു കാര്യമാണ് നിങ്ങളും ദൈവത്തിൻ്റെ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ നടക്കേണ്ടതിൻ്റെയും ഇടയ്ക്ക് നിൽക്കുന്ന ഒരു സാഹചര്യമെങ്കിലോ? അതുതന്നെയാണ് ലാസറസിനെ ഉയർപ്പിക്കുന്ന ആ സംഭവത്തിൽ നമ്മൾ കാണുന്നത്. നമ്മുടെ ജീവിതത്തിനെ മാറ്റിമറിക്കുവാൻ സാധ്യതയുള്ള ആ അത്ഭുതത്തിൻ്റെ പിൻപിലെ 4 കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് ഇന്ന് പങ്കുവയ്ക്കുവാനുള്ളത്. ഹലോ ആൻഡ് വെൽക്കം ടു പോയിൻ്റർ ടു എറ്റർണിറ്റി. ലാസറസ് എന്ന് പറയുമ്പോഴേ നമുക്കറിയാം, യോഹന്നാൻ്റെ സുവിശേഷം 11-ാമത്തെ അധ്യായം 1 മുതൽ 45 വരെയുള്ള വാക്യങ്ങളിൽ നിന്നാണ് എനിക്ക് നിങ്ങളോട് ഇന്ന് ഈ ഒരു ധ്യാന ചിന്തയിൽ പങ്കുവയ്ക്കുവാനുള്ളത്. യേശു കർത്താവിനെ ഈ ലാസറസ്, മാർത്ത, മറിയ, ആ കുടുംബത്തിനെ ഒത്തിരി സ്നേഹമായിരുന്നു യേശു കർത്താവിന്. അതുകൊണ്ട് തന്നെ ഈ ലാസറസിന് ഒരു രോഗം വന്നപ്പോൾ ആ സഹോദരിമാർ ആളെ അയച്ചു യേശുവിൻ്റെ അടുക്കിലേക്ക്. എന്നിട്ട് പറഞ്ഞു, ലാസറസ് ദീനം ബാധിച്ച് കിടക്കുക, അപ്പോൾ എത്രയും പെട്ടെന്ന് യേശു വരണം, ലാസറസിനെ സൗഖ്യപ്പെടുത്തണം. പക്ഷേ യേശു എന്താണ് ചെയ്തത്? 2 ദിവസം കൂടെ യേശു എവിടെയായിരുന്നോ അവിടെ തന്നെ പാർത്തു. അതെന്താണെന്നുള്ളത് അല്പനേരം കഴിയുമ്പോൾ ഞാൻ പറയാം. പക്ഷേ യേശു ഈ വാർത്ത കേട്ടിട്ട് യേശു പറഞ്ഞത്, യോഹന്നാൻ 11-ന്റെ 4-ാമത്തെ യേശു പറയുക, ഈ രോഗം മരണത്തിനായിട്ടല്ല, പക്ഷേ ദൈവനാമ മഹത്വത്തിനായിട്ടാണ്. ദൈവപുത്രൻ്റെ നാമത്തെ മഹത്വപ്പെടുവാനത്ര ഈ ഒരു കാര്യം ഇങ്ങനെ വന്നിരിക്കുന്നതാണ്. അപ്പോൾ ലാസറസ് രോഗം ബാധിച്ച് കിടക്കുകയാണെന്ന് അറിഞ്ഞിട്ടും യേശു 2 ദിവസം കൂടെ അവിടെ പാർത്തു. എന്തുകൊണ്ടാണ്? ആ സമയത്ത് ചില യഹൂദ ആചാരങ്ങളുണ്ടായിരുന്നു, വിശ്വാസങ്ങളുണ്ടായിരുന്നു. അതായത് ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ 3 ദിവസത്തേക്ക് ആ വ്യക്തിയുടെ ദേഹം ആത്മാവാണല്ലോ മനുഷ്യൻ. അപ്പോൾ ആ വ്യക്തിയുടെ ആ ശരീരത്തിൻ്റെ അടുത്ത് തന്നെ കാണും. 3 ദിവസം കഴിഞ്ഞായിരിക്കും ആ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കയറിപ്പോകുന്നതാണ്. അതൊരു തെറ്റായിട്ടുള്ളൊരു വിശ്വാസമാണ്. ബൈബിൾ അതല്ല പഠിപ്പിക്കുന്നത്. ബൈബിൾ എന്താണ് മരണാനന്തര ജീവിതത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നത് എന്നുള്ളത് ഇതിന് മുമ്പുള്ള ചില സന്ദേശങ്ങൾ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് എൻ്റയർ പ്ലേലിസ്റ്റ് തന്നെയുണ്ട്. ആ ചില സന്ദേശങ്ങളുടെയും പ്ലേലിസ്റ്റിൻ്റെയും ലിങ്ക് ഏതായാലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ യേശു അവിടെ 2 ദിവസവും കൂടെ അവിടെ പാർത്തെങ്കിൽ നമ്മൾ പിന്നെ വായിക്കുന്നുണ്ട്, ലാസറസ് മരിക്കുന്ന ആ ഒരു സ്ഥലം, അല്ലെങ്കിൽ അവരുടെ ആ ബെഥാനിയയിലെ ആ ഭവനത്തിൽ യേശു എത്തുമ്പോഴേക്കും 4-ാം ദിവസമായി. അപ്പോൾ യേശു അങ്ങനെ ചെയ്തതിൻ്റെ കാര്യം, അങ്ങനെ ചെയ്യുന്നതിലൂടെ ആ ചില യഹൂദന്മാർ തെറ്റായി വിശ്വസിച്ചിരുന്ന ആ ഒരു വിശ്വാസത്തെയും കൂടെ കറക്റ്റ് ചെയ്യുവാനാണ് യേശു അങ്ങനെ ചെയ്തത്. കാരണം ആ ഒരു അത്ഭുതം യഥാർത്ഥ ഒരു അത്ഭുതം തന്നെയാണെന്ന് സകലർക്കും മനസ്സിലാവും. അപ്പോൾ ആ അത്ഭുതത്തിൻ്റെ പിമ്പിലെ 4 പ്രിൻസിപ്പിൾസ്, 4 തത്വങ്ങൾ നിങ്ങളുമായി ഞാൻ പങ്കുവയ്ക്കാൻ പോവുകയാണ്. ആൻഡ് ഈ ഓരോ കാര്യങ്ങളും ഈ കേൾക്കുന്നവരിൽ വ്യത്യസ്തമായ രീതിയിൽ തന്നെയായിരിക്കും ഇടപെടുന്നത്. അതുകൊണ്ട് പ്രാർത്ഥനയോടെ തന്നെ ശ്രവിക്കണം. 1-ാമത്തെ കാര്യം വിശ്വാസത്തിൻ്റെ ഘടകമാണ്. റോൾ എവേ, ഉരുട്ടി മാറ്റുക. 39-ാമത്തെ വാക്യത്തിൽ, അതായത് യോഹന്നാൻ 11-ന്റെ 39-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, യേശു അവിടെ പറയുന്നത്, ആ കല്ല് ഉരുട്ടി മാറ്റുവിൻ. യേശുവിന് ആ കല്ലിനോട് പറയാമായിരുന്നു ആ കല്ലിനോട് തന്നെ അങ്ങ് ഉരുട്ടി മാറിപ്പോകാനായിട്ട്. കാരണം യേശു തന്നെയാണ് പറഞ്ഞത്, നിങ്ങളിൽ ആർക്കെങ്കിലും കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ആ പർവ്വതത്തിനോട് കൽപ്പിച്ചാൽ ആ പർവ്വതം ഇരിക്കുന്നിടത്തു നിന്ന് മാറി മറ്റൊരു സ്ഥലത്തേക്ക് നീങ്ങി മാറി പോകുമെന്ന്. അതുകൊണ്ട് തന്നെ യേശുവിന് അത് ചെയ്യാമായിരുന്നു. പക്ഷേ യേശു അത് ചെയ്തില്ല. കാരണം യേശുവിനെ പറ്റിയുള്ളൊരു മനോഹരമായിട്ടുള്ളൊരു കാര്യം, യേശുവിൻ്റെ ആഗ്രഹം തൻ്റെ ശിഷ്യന്മാർ, തന്നിൽ വിശ്വസിക്കുന്ന ദൈവമക്കൾ യേശുവിൻ്റെ കൂടെ ചേർന്ന് പ്രവർത്തിക്കണം എന്നാണ് യേശുവിൻ്റെ ആഗ്രഹം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന ഡിഫിക്കൽട്ടായിട്ടുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ ഓവർവെൽംഡ് ആവുവാൻ, നമ്മുടെ കൺട്രോൾ പോകുന്നത് പോലെ നമുക്കിനി എന്ത് ചെയ്യണം എന്നറിയാത്ത ഒരു ഫീലിംഗ് നമുക്കെല്ലാവർക്കും തോന്നാം. നമ്മൾ വിചാരിക്കും നമ്മുടെ ഉത്തരവാദിത്തമാണ് മരിച്ചവരെ ഉയർപ്പിക്കുക എന്നുള്ളത്. ഒരിക്കലുമല്ല. നമ്മുടെ ഉത്തരവാദിത്തം കല്ലുരുട്ടി മാറ്റുക എന്നതേ ഉള്ളൂ. ദൈവത്തിൻ്റെ ഉത്തരവാദിത്തമാണ് ആ മരിച്ചവരെ ഉയർപ്പിക്കുക എന്നുള്ളത്. God often asks us to do what is within our responsibility before he does what only he can do. ദൈവം പ്രതീക്ഷിക്കുന്നത്, ദൈവത്തിന് മാത്രം ചെയ്യുവാൻ പറ്റുന്ന ചില കാര്യങ്ങൾ ദൈവം ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മളെ എന്താണ് ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത്, നമ്മുടെ ഉത്തരവാദിത്വത്തിൽ അതാദ്യം ചെയ്യണം. അതിനുശേഷം മാത്രമേ ദൈവത്തിന് മാത്രം ചെയ്യുവാൻ പറ്റുന്ന കാര്യം ദൈവം ചെയ്യുള്ളൂ. ആർക്കും ലാസറസിനെ ഉയർപ്പിക്കാൻ പറ്റത്തില്ലായിരുന്നു. പക്ഷേ ഒരാൾക്കെങ്കിലും ആ കല്ല് ഉരുട്ടി മാറ്റാമായിരുന്നല്ലോ. പല ക്രിസ്ത്യാനികളും അവരുടെ ജീവിതങ്ങൾ മുഴുവനും അത്ഭുതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പക്ഷേ സിമ്പിളായിട്ടുള്ള അനുസരണത്തിൻ്റെ സ്റ്റെപ്പുകൾ അവർ ചെയ്യില്ല, അല്ലെങ്കിൽ അവർ അനുസരിക്കില്ല. ചിലർ പ്രാർത്ഥിക്കുമായിരിക്കും, കർത്താവേ എൻ്റെ മാര്യേജിനെ, എൻ്റെ വിവാഹ ജീവിതത്തെ കുറച്ചും കൂടെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യണേ. പക്ഷേ അന്യോന്യം ക്ഷമിക്കുവാൻ മനസ്സില്ല.
മറ്റു ചിലർ പ്രാർത്ഥിക്കും, ദൈവമേ എൻ്റെ കുടുംബത്തെയൊക്കെ ഒന്ന് രൂപാന്തരപ്പെടുത്തണമേ. പക്ഷേ കുത്തിയിരുന്ന് പ്രാർത്ഥിക്കുവാൻ മനസ്സില്ല. ദൈവമേ എന്നെ യൂസ് ചെയ്യണമേ, എന്നെ ഉപയോഗിക്കണമേ എന്ന് പറയും. പക്ഷേ ദൈവത്തിന് വേണ്ടി കൊടുക്കുവാൻ സമയമില്ല, അവൈലബിൾ ആക്കുന്നില്ല. നമ്മൾ പലരും ഈ ഒരു ഗാനം ചിലപ്പോൾ പാടിയാക്കാം, ഈ ഇംഗ്ലീഷ് പാട്ട്, ഓൾ ടു ജീസസ് ഐ സറണ്ടർ ഓൾ. നമ്മൾ ശരിക്കും ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് നമ്മൾ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയാണോ പാടുന്നത്? ചിന്തിക്കണം. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഉരുട്ടി മാറ്റേണ്ടതായിട്ടുണ്ടോ? അങ്ങനെ ചെയ്താൽ കർത്താവുമായിട്ട് കുറച്ചും കൂടെ അടുത്ത ഒരു ബന്ധം, കുറച്ചും കൂടെ ക്ലോസ് ആയിട്ടിരിക്കാം. ചിലപ്പോൾ ക്ഷമിക്കപ്പെടാത്ത അല്ലെങ്കിൽ നമ്മൾ ഉള്ളിൽ ക്ഷമിക്കാത്ത എന്തോ ഒരു ഹേർട്ടായിട്ടുള്ള ഫീലിംഗ്, മുറിവുള്ള ഒരു ഫീലിംഗ്, ചിലപ്പോൾ ആരോഗ്യമല്ലാതുള്ള രീതിയിലുള്ള ചില ദുസ്വഭാവങ്ങൾ, അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള അഹങ്കാര ചിന്തകൾ നമ്മുടെ മനസ്സിൽ കൊണ്ടു നടക്കുന്നത്. പലപ്പോഴും നമ്മൾ ഉരുട്ടി മാറ്റാൻ മടിക്കുന്ന ചില കല്ലുകളുടെ പുറകിൽ അപ്പുറത്ത് ഒരു അത്ഭുതം ഒളിഞ്ഞു കിടപ്പുണ്ട്. ആ കല്ല് ഉരുട്ടി മാറ്റി കളയേണ്ടത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് യേശു അങ്ങനെ കൽപ്പിച്ചത്. പക്ഷെ നമ്മൾ ആ വേദഭാഗത്തിൽ വായിക്കുന്നത്, മാർത്ത ഉടൻ തന്നെ പ്രതികരിക്കുക, കർത്താവേ, ഒരു നാറ്റം ഇതിനോടകം കാണും, കാരണം 4 ദിവസമായി ലാസറസ് മരിച്ചിട്ട്. മാർത്ത യേശുവിന് അഡ്വൈസ് കൊടുക്കുക. നമ്മൾ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ യേശുവിന് പലപ്പോഴും അഡ്വൈസ് കൊടുക്കാറുണ്ടോ? നമ്മൾ പ്രാർത്ഥിക്കും, കർത്താവേ, അങ്ങയുടെ ഇഷ്ടം മാത്രം, അങ്ങയുടെ ഹിതം മാത്രം നടക്കട്ടെ. എന്നാൽ തന്നെ നമ്മൾ ചിലപ്പോൾ ചിലർ പറയുന്നത് കേൾക്കാറില്ലേ, ഞാൻ കർത്താവിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു മേടിച്ചതാ. അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും ദൈവത്തിൻ്റെ കൈ പിടിച്ച് ട്വിസ്റ്റ് ചെയ്ത് നമ്മുടെ താല്പര്യങ്ങൾ നേടിയെടുക്കുവാൻ തക്കവണ്ണം, അല്ലെ അങ്ങനെ ചെയ്യത്തക്കവണ്ണം ദൈവത്തോട് അങ്ങനെയുള്ള പ്രാർത്ഥനകൾ ഉന്നയിക്കാറുണ്ടോ? ചിന്തിക്കണം. പിന്നെ അതിൻ്റെ കൂടെ മറ്റൊരു കാര്യവും കൂടെ ഇവിടെ ഉണ്ട്. നമ്മളിൽ പലർക്കും കല്ലിനെ, ആ ബ്ലോക്കിനെ ഉരുട്ടി മാറ്റാൻ താല്പര്യമില്ല. കാരണം ഒരു നാറ്റം പുറത്തേക്ക് ഒഴുകും. അത് മാറ്റിക്കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് മനസ്സിലാകും ആ കല്ലിൻ്റെ പുറകിൽ എന്തോ ഒളിഞ്ഞൊക്കെ കിടപ്പുണ്ടായിരുന്നുവെന്ന്. മറ്റാരും നമ്മുടെ ആ കല്ലിൻ്റെ പുറകിൽ എന്താണ് ഇരിക്കുന്നതെന്ന് അറിയാത്തടത്തോളം കാലം യേശു നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ വർക്ക് ചെയ്യുന്നതിനോട് ആർക്കും ഒരു പ്രോബ്ലവും ഇല്ല. ചിലപ്പോൾ ആ മറഞ്ഞിരിക്കുന്നതെന്ന് പറയുന്നത് ചില ഒളിഞ്ഞിരിക്കുന്ന ചില പാപങ്ങൾ, ഒളിഞ്ഞിരിക്കുന്ന ചില ബിറ്റർനെസ്, കയ്പിൻ്റെ ഫീലിങ്ങുകൾ, മറഞ്ഞിരിക്കുന്ന ചില അഡിക്ഷനുകൾ, മറഞ്ഞിരിക്കുന്ന ചില അഹങ്കാര ചിന്തകൾ. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കണം, സൗഖ്യം വരണമെങ്കിൽ, വിടുതൽ വരണമെങ്കിൽ, ഒരു അത്ഭുതം അവിടെ പ്രവർത്തിക്കപ്പെടണമെങ്കിൽ ആദ്യം വേണ്ടത് ഓണസ്റ്റി ബിഫോർ ഗോഡ്. ദൈവസന്നിധിയിൽ ആത്മാർത്ഥത നമുക്കുണ്ടാവണം. 40-ാമത്തെ വാക്യത്തിൽ യേശു തന്നെ പറയുന്നത്, നിന്നോട് ഞാൻ പറഞ്ഞില്ലയോ, നീ വിശ്വസിക്കുന്നുവെങ്കിൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്ന്. ഞാൻ ചോദിക്കട്ടെ, എത്ര പേർക്ക് ദൈവത്തിൻ്റെ മഹത്വം കാണണം? നമുക്കെല്ലാവർക്കും കാണണമെന്ന് ആഗ്രഹം അല്ലേ? അങ്ങനെയെങ്കിൽ ചോദ്യം, നമ്മുടെ ആ അത്ഭുതത്തിന് തടസ്സമായി ഒരു കല്ല് അവിടെ നിൽക്കുവാൻ നമ്മൾ അനുവദിച്ചിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ ആ കല്ല് നമ്മൾ ഉരുട്ടി മാറ്റണം. അങ്ങനെയെങ്കിൽ നമ്മൾ കർത്താവിനോട് കുറച്ചും കൂടെ ചേർന്നിരിക്കാം. ആൻഡ് യേശു കർത്താവ് ദൈവപ്രവർത്തി നമ്മുടെ ആ ഒരു സിറ്റുവേഷനിൽ, സാഹചര്യത്തിൽ പ്രവർത്തിക്കും. അപ്പം നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാം, കർത്താവേ, എന്തെങ്കിലും ഒരു കല്ലുണ്ടോ എൻ്റെ ജീവിതത്തിൽ? ഞാൻ ഉരുട്ടി മാറ്റേണ്ട എന്തെങ്കിലും കല്ലുകൾ, എന്തെങ്കിലും ബ്ലോക്കുകൾ ഉണ്ടോ? ഒന്ന് ചോദിക്കാം. അപ്പോൾ ആദ്യത്തെ ആയിരുന്നു റോൾ അവേ, ഉരുട്ടി മാറ്റുക. രണ്ടാമത്തെയാണ് ഫോളോ അല്ലെങ്കിൽ റൈസ് അപ്പ്, എഴുന്നേറ്റ് വരിക. 43-ാമത്തെ വാക്യത്തിൽ യേശു അത്യുച്ചത്തിൽ പറയുകയാണ്, ലാസറസേ, പുറത്തേക്ക് വരിക. മരണം ലാസറസിനെ 4 ദിവസമായി പിടിച്ചു വെച്ചിരിക്കുക. ആ ശവക്കുഴിയിൽ താൻ 4 ദിവസമായി കിടക്കുക. ഓൾറെഡി തൻ്റെ ശരീരം അഴുകാൻ തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ തന്നെ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവിൻ്റെ ആ ശബ്ദത്തിന് എതിരെ നിൽക്കുവാൻ മരണത്തെക്കൊണ്ട് സാധിച്ചില്ല. യേശു പുറത്തേക്ക് വരിക എന്ന് പേര് വിളിക്കാതെയുള്ള രീതിയിലല്ല യേശു അവിടെ പറഞ്ഞത്. യേശു പേര് വിളിച്ചു, ലാസറസേ, പുറത്തേക്ക് വരിക. സെൻറ്റ് അഗസ്റ്റീൻ ഓഫ് ഹിപ്പോ മനോഹരമായി പറഞ്ഞൊരു കാര്യമുണ്ട്. അവിടെ യേശു പേര് വിളിക്കാതെ ചുമ്മാതെ പുറത്തേക്ക് വരിക എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആദാം മുതൽ മരിച്ച എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി വന്നേനേന്ന്. കാരണം യേശുവിൻ്റെ ആ വാക്കിന് അബ്സല്യൂട്ട് അധികാരമുണ്ട്. പക്ഷെ ആ ദിവസം ഒരുവൻ മാത്രം പുറത്തേക്ക് വന്നാൽ മതിയായിരുന്നു. അതുകൊണ്ടാണ് യേശു പേര് ചൊല്ലി വിളിച്ചത്. പിന്നെ മാത്രമല്ല, മറ്റൊരു കാര്യവും നിങ്ങൾ ശ്രദ്ധിക്കണം, യേശു ലാസറസിനെ പുറത്തേക്ക് എടുത്തുകൊണ്ട് വന്നില്ല. യേശു അവൻ പുറത്തേക്ക് വരാൻ അവനോട് കൽപ്പിക്കുക ചെയ്തത്. ലാസറസ് ആയിരുന്നു പ്രതികരിക്കേണ്ടത്. ശക്തി ഒഴുകുന്നത് ക്രിസ്തുവിൽ നിന്നാണ്. പക്ഷേ പ്രതികരണം വരേണ്ടത് ആരിൽ നിന്നാ? ലാസറസിൽ നിന്നാ. ഇന്നും അങ്ങനെ തന്നെയാണ്. യേശു ഇന്നും വിളിച്ചുകൊണ്ടിരിക്കുക.
യേശു പാപികളെ മാനസാന്തരത്തിലേക്ക് വിളിക്കുന്നു. യേശു വിശ്വാസികളെ അനുസരണത്തിലേക്ക് വിളിക്കുന്നു. യേശു പ്രോഡിഗൽസിനെ, ഈ സത്യത്തിൽ നിന്ന് വിട്ടകന്ന് മാറിപ്പോയവരെ തിരിച്ച് മടങ്ങി വരുവാൻ വേണ്ടി വിളിക്കുന്നു. ഭയവും ഭീതിയിൽ ഇരിക്കുന്നവരെ യേശു കർത്താവിൽ ആശ്രയിക്കുവാനായിട്ടുള്ള രീതിയിൽ വിളിക്കുന്നു. അപ്പോൾ യേശു ആ കൽപ്പന കൊടുത്ത ഉടൻ തന്നെ ലാസറസിൻ്റെ ഹൃദയം പമ്പ് ചെയ്യാൻ തുടങ്ങി. ടക് 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 ടക്. തൻ്റെ ബ്രെയിൻ ഫങ്ഷൻ ചെയ്യാൻ തുടങ്ങി. പക്ഷേ ഉടൻ തന്നെ തന്നെ കുത്തുന്ന ചില സൂചികളും നീഡിലുകളും പിന്നുകളും ഒക്കെയും താൻ ഫീൽ ചെയ്തു. കാരണം എന്നാ? തന്നെ കെട്ടിവെച്ചിരിക്കുക. തൻ്റെ ശരീരം കോൾഡായിരിക്കുക. 4 ദിവസമായി താൻ അനങ്ങാതെ സ്റ്റിഫായി പോയി. നമ്മൾ ആ സന്ദർഭത്തിൽ അവിടെ കാണും ഉണ്ടായിരുന്നേ, നമ്മൾ പറഞ്ഞേനെ കർത്താവിന് ഒരു ബക്കറ്റ് ഇച്ചിരി വാം വാട്ടർ, ഇച്ചിരി ചൂടുള്ള വെള്ളം വല്ലതും ആ ലാസറസിൻ്റെ ശരീരത്തിൻ്റെ അടുത്ത് വെക്കുമായിരുന്നെങ്കിൽ കുറച്ച് നല്ലതായിരുന്നു. ഒന്ന് ചൂടാക്കി എടുക്കാമായിരുന്നു. അല്ലെങ്കിൽ ഒരു കപ്പ് ചായ വല്ലതും ലാസറസിന് വല്ലതും കൊടുക്കാമായിരുന്നല്ലോ. ഇന്നും അനേകർ, വിശ്വാസികളെന്ന് പറയുന്നവർ അനേകർ, മറ്റാരെങ്കിലും അവരെ സഹായിക്കുവാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക. പക്ഷേ യേശു എന്താണ് പറഞ്ഞത്? ലാസറസേ, നീ പുറത്തേക്ക് വാ. അവൻ തന്നെ എഴുന്നേറ്റ് അവൻ പുറത്തേക്ക് വരണമായിരുന്നു. ഞാനൊന്ന് ചോദിക്കട്ടെ, ദൈവം നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ചെയ്യാൻ? പക്ഷേ നിങ്ങൾ ഇതുവരെ അത് ചെയ്യാതെ വെച്ചുകൊണ്ടിരിക്കുക. പലപ്പോഴും യൗവനക്കാരും പലരും എന്നോട് ചോദിക്കുന്നൊരു കാര്യമാണ്, എൻ്റെ ഒരു ജീവിതത്തിൻ്റെ ഒരു ക്രോസ് റോഡിലാണ് ഞാൻ നിൽക്കുന്നത്, എന്ത് തീരുമാനിക്കണം എന്നറിയത്തില്ല. ഞാനൊരു ജംഗ്ഷനിൽ നിൽക്കുകയാണ്, തീരുമാനം എന്താണ് എടുക്കേണ്ടതെന്ന് അറിയത്തില്ല. അതുകൊണ്ട് ദൈവാലോചന എന്താണെന്ന് എനിക്കറിയണം. എനിക്ക് ദൈവാലോചന അറിയണം. എനിക്ക് ആ ഗൈഡൻസ്, ആലോചന വല്ലതും ഉണ്ടെങ്കിൽ പറയണേ. അപ്പം ഞാൻ പറയും, ദൈവം ഇതിനു മുമ്പ് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞതായി നിങ്ങൾക്ക് അബ്സല്യൂട്ട്ലി അറിയാം. പക്ഷേ നിങ്ങളത് ചെയ്യാതെ ഇപ്പോഴും അത് അനുസരിക്കാതെ വെച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ? അവരിൽ ഒരു 98% ആളുകളും പറയും ഉണ്ടെന്ന് പറയും. യെസ്. അങ്ങനെയുള്ളവരോട് എനിക്ക് എന്താ ഇനിയും പറയാനുള്ളത്? ദൈവം നമ്മളോട്, കർത്താവ് നമ്മളോട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പറഞ്ഞു, പക്ഷേ നമ്മൾ അത് അനുസരിച്ചിട്ടില്ല. അങ്ങനെയെങ്കിൽ പിന്നീട് എന്തിനാണ് കർത്താവിനോട് കൂടുതൽ ഡയറക്ഷൻസ്, കൂടുതൽ ആലോചനയ്ക്കായിട്ടുള്ള രീതിയിൽ ചോദിക്കുന്നത്? ചിലർ വിചാരിക്കുമായിരിക്കും, വർഷങ്ങൾക്ക് മുമ്പ് കർത്താവ് പറഞ്ഞതാ, അതൊക്കെ കർത്താവ് അങ്ങ് മറന്നുപോയി കാണുമോ? ഒരിക്കലുമില്ല. കർത്താവ് ഒന്നും മറക്കില്ല. അവിടുന്ന് എന്തെങ്കിലും നമ്മളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാം അനുസരിച്ചിട്ടുണ്ടോ? അത് നമ്മൾ അനുസരിക്കാതെ കൂടുതൽ ഇൻസ്ട്രക്ഷൻസ്, കൂടുതൽ ആലോചനയൊന്നും അങ്ങോട്ട് ചോദിച്ചുകൊണ്ട് ചെല്ലരുത്. ഒരിക്കൽ നമ്മളെ ഏൽപ്പിച്ച കാര്യം നമ്മൾ അനുസരിച്ച് അത് പൂർത്തീകരിച്ച് കഴിയുമ്പോഴാണ് ദൈവം നമ്മളെ അടുത്ത ഒരു മിഷൻ, അടുത്ത ഒരു ടാസ്കിലേക്ക് കൊണ്ടുപോകുന്നത്. ഗോഡ്സ് നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ഓഫൺ കംസ് ആഫ്റ്റർ ഒബീഡിയൻസ് ടു ഹിസ് പ്രീവിയസ് ഇൻസ്ട്രക്ഷൻ. നമുക്ക് മുമ്പ് എപ്പോഴോ ദൈവം നമ്മളോട് കൽപ്പിച്ചത് അത് നമ്മൾ ചെയ്തു എന്ന് ദൈവത്തിന് തോന്നിക്കഴിയുമ്പോൾ മാത്രമേ ദൈവം നമുക്ക് അടുത്ത ഒരു ഇൻസ്ട്രക്ഷൻ, അടുത്ത ഒരു അസൈൻമെൻറ്റ് തരികയുള്ളൂ. അതുകൊണ്ട് ഈ സന്ദേശം കേൾക്കുമ്പോൾ നിങ്ങൾ ചൂസ് ചെയ്യണം, തിരഞ്ഞെടുക്കണം. നിങ്ങൾക്ക് പറയാം, എന്നെ ദൈവം ഇന്ന കാര്യങ്ങളൊക്കെയും ഒരു കാലത്ത് പറഞ്ഞിരുന്നു, ഞാനത് ചെയ്യാൻ പോവുകയാണ്, അനുസരിക്കാൻ പോവുകയാണ്. ഒബേ ഗോഡ് ആൻഡ് ലീവ് ഓൾ ദ കോൺസിക്വൻസസ് ടു ഹിം. ദൈവത്തെ അനുസരിക്കുക. അത് നിമിത്തമുണ്ടാകുന്ന സകല ഭവിഷ്യത്തുകളും ദൈവത്തിന് തന്നെ വിട്ടുകൊടുത്തേരെ, ദൈവം അത് ചെയ്തോളും. അപ്പോൾ ആദ്യത്തേത് ഉരുട്ടി മാറ്റിക്കളയുക, രണ്ടാമത്തേത് എഴുന്നേറ്റ് വരിക, റോളവേ, റൈസപ്പ് ആണെങ്കിൽ, മൂന്നാമത്തേത് സ്വാതന്ത്ര്യത്തിലേക്ക് വരണം, റിമൂവ്. 44-ാമത്തെ വാക്യം, യേശു കർത്താവ് അവരോടെന്താ പറഞ്ഞത്? അവിടെ കൂടി വന്നവരോടെന്താ പറഞ്ഞേ? അവനെ അഴിച്ചുവിട്, അവൻ്റെ കെട്ട് അഴിച്ചുവിട്, അവൻ സ്വതന്ത്രനായി പോകട്ടെ. ലാസറസ് ജീവനോടെ പുറത്തേക്ക് വന്നു, പക്ഷേ എങ്കിലും മരിച്ചവനെ പോലെയായിരുന്നു. ആ സീനൊന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അവൻ്റെ ഹാർട്ട് ബീറ്റ് ചെയ്യുന്നുണ്ട്, അവൻ്റെ ലങ്സിൽ ബ്രീതിങ് നടക്കുന്നുണ്ട്, അവൻ്റെ കണ്ണുകൾ തുറന്നു വന്നിട്ടുണ്ട്. എന്നാലും അവന് നടക്കാൻ സാധിക്കുന്നില്ല. അവൻ്റെ കൈ കെട്ടപ്പെട്ട അവസ്ഥയിലാണ്, അവൻ്റെ മുഖം ഒരു തുണി കൊണ്ട് മൂടിയിരിക്കുകയാണ്. ഇന്നും പല ക്രിസ്ത്യാനികൾ അങ്ങനെയാണ്. ആത്മീകമായി ഉണർന്നു എന്നവർ പറയുന്നു, പക്ഷേ യഥാർത്ഥത്തിൽ കെട്ടപ്പെട്ട അവസ്ഥയിലാണ്. പഴയ ദുസ്വഭാവങ്ങൾ, പഴയ ഭീതികൾ, പഴയ മുറിവുകൾ, പഴയ ആ ഗിൽറ്റ്, കുറ്റബോധങ്ങൾ, പഴയ അഡിക്ഷനുകൾ, പഴയ ചിന്താരീതികൾ, പഴയ കയ്പിൻ്റെ ഓരോ ഫീലിങ്ങുകൾ, പഴയ മനുഷ്യൻ ചിന്തിക്കുന്നത് പോലെ ഈ ലോകപരമായിട്ടുള്ള രീതിയിലുള്ള പഴയ ചിന്താരീതികൾ, പിന്നെ പഴയ അൺഫോർഗീവ്നെസ്, ക്ഷമിക്കാൻ പറ്റാത്ത ഫീലിങ്ങുകൾ കൈകൊണ്ട് നടക്കുക. ലാസറസ് പുറത്തിറങ്ങി വന്നപ്പോൾ യേശു ലാസറസിനോട് പറഞ്ഞില്ല, നിൻ്റെ കെട്ടിൻ്റെ കാര്യമൊക്കെ നീ എങ്ങനെയാണെന്ന് വെച്ചാൽ തന്നെ അങ്ങ് ചെയ്തോളാൻ. യേശു അത് അവിടെ കൂടിയിരുന്ന കമ്മ്യൂണിറ്റി, ആ സമൂഹത്തിനോട് ആണ് പറഞ്ഞത് അവൻ്റെ കെട്ടഴിച്ചു വിടാൻ.
പലരും യേശു കർത്താവുമായിട്ട് ഒരു ഏറ്റുമുട്ടലൊക്കെയും നടന്നിട്ടുണ്ട്. പക്ഷെ എന്നാലും അവർ നടക്കുന്നത് ഗ്രേവ് ക്ലോത്ത്സിലാണ്. അവരെ കെട്ടിവെച്ചിരിക്കുന്ന ഏതാനും തുണികൾ, ആത്മീയമായിട്ടാണ് പറയുന്നത്, അപ്രകാരമുള്ള ആ രീതിയിലാണ് അവർ നടക്കുന്നത്. യേശു പറയുന്നത് അതിനെ കെട്ടഴിച്ചു വിടണം. ആൻഡ് ഇവിടെയാണ് യേശു കർത്താവ് സഭയെ നമുക്ക് തന്നിരിക്കുന്നത്. സഭയെന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ആഗോളതലത്തിൽ വ്യാപിച്ചു കിടക്കുന്ന ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭ, ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്. ആ സഭയ്ക്കകത്ത് ശിഷ്യത്വം, പ്രോത്സാഹനം, കറക്ഷൻ, തിരുത്തലുകൾ, പ്രാർത്ഥന, അക്കൗണ്ടബിലിറ്റി, അതായത് കണക്ക് പറയാനായിട്ടുള്ള ആ ഒരു ബാധ്യത, ഇതെല്ലാം സഭയ്ക്കകത്തുണ്ട്. സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് യഥാർത്ഥമായി നാം അനുഭവിക്കുന്നത് ഒരു ബിബ്ലിക്കൽ കമ്മ്യൂണിറ്റിയിലാണ്. ബൈബിൾ അധിഷ്ഠിത, ബൈബിൾ അനുസരിക്കുന്ന ഒരു കൂട്ടായ്മയിലാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം നാം അനുഭവിക്കുന്നത്. അതുകൊണ്ട് ആത്മീകമായി ദൈവം നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമുള്ള ആത്മീക പാസ്റ്റേഴ്സ്, ഇവാഞ്ചലിസ്റ്റുകൾ, പിന്നെ അതുപോലെ ടീച്ചേഴ്സ്, കൗൺസിലേഴ്സ്, ഇവരുടെ എല്ലാം സഹായം നിങ്ങൾക്ക് തേടാം. സഭയെന്ന് പറയുന്നത് ആത്മീകമായി മരിച്ചവർ ജീവങ്കലേക്ക് വരുന്ന സ്ഥലം മാത്രമല്ല. ജീവങ്കലേക്ക് വന്നു എന്ന് പറയുന്നവർ യഥാർത്ഥ സ്വാതന്ത്ര്യത്തിൽ നടക്കുവാൻ പഠിപ്പിക്കുന്ന ഒരു സ്ഥലം കൂടാണ് സഭ. അതുകൊണ്ട് എന്തു തന്നെയായാലും ഇന്ന് നിങ്ങൾ ഡിസൈഡ് ചെയ്യണം, എന്ത് തരത്തിലുള്ള ഗ്രേവ് ക്ലോത്ത്സ്, കെട്ടിവെച്ചിരിക്കുന്ന ചില തുണികളാണ് നിങ്ങളെ കെട്ടിവെച്ചിരിക്കുന്നത്. കാരണം അതുമൂലം ദൈവത്തിൻ്റെ പദ്ധതി നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാതെ തടസ്സപ്പെട്ട് കിടക്കുക. അപ്പോൾ അതെന്താണെന്നുള്ളത് നിങ്ങൾ ഇന്ന് തന്നെ മനസ്സിലാക്കണം. അപ്പോൾ ആദ്യത്തെ ഉരുട്ടി മാറ്റുക, രണ്ടാമത്തേത് എഴുന്നേറ്റ് വരിക, മൂന്നാമത്തേത് അഴിച്ചുവിടേണ്ടത് അഴിച്ചുവിടുമ്പോൾ, നാലാമത്തെ കാര്യമാണ് റിവീൽ ദ ഗ്ലോറി ഓഫ് ഗോഡ്. അതാണ് ഫലം. 45-ാമത്തെ വാക്യത്തിൽ നമ്മളവിടെ വായിക്കുന്നത്, അവിടെ കൂടി വന്ന അനേക യഹൂദർ ഇതെല്ലാം കണ്ടിട്ട് യേശുവിൽ വിശ്വസിച്ചു. യേശു പ്രവർത്തിച്ചതിൽ കണ്ട് യേശുവിൽ വിശ്വസിച്ചു. അതാണ് ലക്ഷ്യം. യേശുവിനെ പറ്റിയാണ് സകലതും. ലാസറസിന് അവിടെ വെച്ച് അവനെ ഒന്ന് ഉയർപ്പിച്ചു, പക്ഷെ അവൻ വീണ്ടും മരിച്ചു. പക്ഷെ ആ ഒരു അത്ഭുതത്തിലൂടെ അനേകർ വിശ്വസിച്ചു, അനേകർ നിത്യജീവൻ എന്താണെന്നുള്ളത് കണ്ടുപിടിച്ചു, മനസ്സിലായി. എല്ലാ അത്ഭുതവും വിരൽ ചൂണ്ടുന്നത് മറ്റെന്തിലേക്കോ ആ. എല്ലാ അനുഗ്രഹവും വിരൽ ചൂണ്ടുന്നത് മറ്റെന്തിലേക്കോ ആ. എല്ലാ ഉത്തരം നൽകപ്പെട്ട പ്രാർത്ഥനയും വിരൽ ചൂണ്ടുന്നത് മറ്റെന്തിലേക്കോ ആ. അവ വിരൽ ചൂണ്ടുന്നത് ക്രിസ്തുവിലേക്കാണ്. യേശു ജീവൻ നൽകുന്നവനാണെന്നുള്ളതിൻ്റെ ജീവിക്കുന്ന ഒരു തെളിവായി മാറി ലാസറസ്. അതുകൊണ്ട് ഏറ്റവും വലിയ സാക്ഷ്യം നമ്മുടെ ഭൂതകാല ജീവിതം എങ്ങനായിരുന്നു എന്നുള്ളതല്ല. ഏറ്റവും വലിയ സാക്ഷ്യം യേശു കർത്താവ് നമ്മുടെ ജീവിതത്തിൽ എന്താണ് ചെയ്തത് എന്നുള്ളതാണ്. ആളുകൾ നമ്മളെ കാണുമ്പോൾ പറയണം, യേശുവിന് മാത്രമേ അവനിൽ അവളിൽ ഈ കാര്യം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇത് അവനല്ല, അവളല്ല, ഇത് യേശുവാണെന്ന് മറ്റുള്ളവർ പറയണം. നമ്മളല്ല പറയണം, മറ്റുള്ളവർ നമ്മളെ കാണുമ്പോൾ പറയണം. അനേക ക്രിസ്ത്യാനികൾ ബൈബിളിലെ ചില വാക്യങ്ങളൊക്കെ അക്ഷരാർത്ഥത്തിൽ അനുസരിക്കാറുണ്ട്. അതിലെ ഒരെണ്ണം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. സീ ദാറ്റ് യു ടെൽ നോ വൺ. നിങ്ങൾ ഈ കണ്ടതും കേട്ടതുമായിട്ടുള്ള കാര്യം ആരോടും പറയരുത്. യേശു ശിഷ്യന്മാരോട് അത് പറയാനുള്ള കാര്യം യേശുവിൻ്റെ സമയമായിട്ടില്ല. അതുകൊണ്ട് യേശുവിനെ പറ്റിയുള്ള വാർത്ത മറ്റുള്ളവരോട് അപ്പോൾ തന്നെ പബ്ലിസൈസ് ചെയ്യരുത്. പക്ഷേ അനേക ക്രിസ്ത്യാനികൾ ആരോടും യേശു എന്താണ് അവരുടെ ജീവിതത്തിൽ ചെയ്തതെന്നുള്ളത് പറയുന്നില്ല. പ്രിയമുള്ളവരെ, നമ്മൾ ക്രിസ്തുവിനെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണം, പങ്കുവെക്കണമെന്നുള്ളത് ദൈവിക കൽപ്പനയാണ്. നമ്മുടെ ജീവിതങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്നുള്ളതാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഈ സന്ദേശം നിങ്ങളോട് സംസാരിച്ചെങ്കിൽ ഇത് വെറുതെ അങ്ങ് കേട്ടിട്ട് പോകാതെ ചില ചോദ്യങ്ങൾ നിങ്ങൾക്കിപ്പോൾ തന്നെ സ്വയം ചോദിക്കാം. എന്തെങ്കിലും ഒരു കല്ലുണ്ടോ, നിങ്ങൾ ഉരുട്ടി മാറ്റേണ്ട എന്തെങ്കിലും ഒരു കല്ല് നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ? അത് യേശു ഓൾറെഡി സറണ്ടർ ചെയ്യണം, കീഴടങ്ങണം എന്ന് നമ്മളോട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ പറയുമായിരിക്കും, എനിക്കങ്ങോട്ട് നിശ്ചയമില്ല, അറിയില്ല എന്നാണെങ്കിൽ എന്തോ ഉണ്ട്. അത് ദൈവത്തോട് ചോദിക്കുക, ദൈവം കാണിച്ചു തരും. രണ്ടാമത്തെ കാര്യം, നമുക്ക് ദൈവത്തിൻ്റെ ശബ്ദത്തെ അനുസരിക്കണമോ? ക്രിസ്തു നമ്മളെ കുറേ നാളായി വിളിച്ചുകൊണ്ടിരിക്കുക ചില കാര്യം ചെയ്യാൻ. പക്ഷെ നമ്മുടെ പ്രതികരണം ഇങ്ങനെ വെച്ച് താമസിപ്പിച്ചുകൊണ്ടിരിക്കുക. പിന്നെ 3, ചില ഗ്രേവ് ക്ലോത്ത്സ്, ചില കെട്ടിവെച്ചിരിക്കുന്ന ചില തുണികൾ നമ്മൾ അഴിച്ചു മാറ്റേണ്ടതായിട്ടുള്ള രീതിയിലുണ്ടോ? കാരണം അവ നമ്മളെ കെട്ടിത്തന്നെ വെച്ചിരിക്കുക. നിങ്ങൾക്കറിയാം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത്. കാരണം നമ്മൾ പറയാതെ തന്നെ ദൈവത്തിന് നമ്മുടെ ഉത്തരവും അറിയാം. അതുകൊണ്ട് ഞാൻ സാധാരണയായി പറയുന്നൊരു കാര്യമുണ്ട്, ഇറ്റ് ഈസ് ഓൾവേസ് ഗുഡ് ടു എഗ്രി വിത്ത് ഗോഡ്. ദൈവവുമായിട്ട് സമ്മതിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഇനി 4, നമ്മുടെ ജീവിതം ക്രിസ്തുവിൻ്റെ മഹത്വത്തെയാണോ വെളിപ്പെടുത്തുന്നത്? ആളുകൾ നമ്മളെ കാണുമ്പോൾ നമ്മളെ മാത്രമാണോ കാണുന്നത്, അതോ നമ്മളിൽ വ്യാപരിക്കുന്ന യേശു കർത്താവിൻ്റെ രൂപാന്തരപ്പെടുത്തുന്ന ശക്തിയാണോ മറ്റുള്ളവർ കാണുന്നത്?
യേശു ഇന്നും കല്ലറകളുടെ പുറത്ത് നിന്ന് വിളിക്കുക. യേശു ഇന്നും ആത്മീകമായി മരിച്ച പാപികളെ ജീവങ്കലേക്ക് വിളിക്കുന്നുണ്ട്. യേശു ഇന്നും കെട്ടപ്പെട്ടവരെ സ്വാതന്ത്ര്യത്തിലേക്ക് വിളിക്കുന്നുണ്ട്. യേശു ഇന്നും ദൈവത്തിൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്തുന്നുണ്ട്. ഏറ്റവും വലിയ അത്ഭുതം ലാസറസ് കുഴിയിൽ നിന്ന് എഴുന്നേറ്റ് വന്നതല്ല. ഏറ്റവും വലിയ അത്ഭുതം ആത്മീകമായി മരിച്ച ആളുകൾ ക്രിസ്തു യേശുവിലുള്ള വിശ്വാസത്തിലൂടെ നിത്യജീവൻ ലഭിക്കാനിടയായി. അതാണ് ഏറ്റവും വലിയ അത്ഭുതം. കാരണം ഇന്നും ലാസറസിൻ്റെ ആ കല്ലറയുടെ പുറത്ത് നിന്ന് വിളിച്ചവൻ ഇന്നും പറയുന്നൊരു കാര്യമുണ്ട്: ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനും, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. കർത്താവ് നിങ്ങളോട് ഈ ഒരു സന്ദേശത്തിലൂടെ സംസാരിച്ചെങ്കിൽ ചുമ്മാ അത് പെട്ടെന്ന് അങ്ങ് ഒരു പ്രതികരണവും ഇല്ലാതെ പോകാതെ നിങ്ങളൊന്ന് പോസ് ചെയ്യണം. ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്തു. പക്ഷേ എൻ്റെ പ്രാർത്ഥന നിങ്ങൾ അനുസരണത്തിൽ പ്രതികരിക്കണം. ആൻഡ് ആരെങ്കിലും നിങ്ങളുടെ മനസ്സിലേക്ക് ദൈവം തോന്നിപ്പിക്കുന്നുണ്ട്, ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്, പ്രതീക്ഷയുടെയും അപ്പുറത്തുള്ള ഒരു സാഹചര്യത്തിലൂടെ അവർ ഒരു വല്ലാത്തൊരു സാഹചര്യത്തിലൂടെ കടന്നു പോവുക, അങ്ങനെയെങ്കിൽ അവർക്കും നിങ്ങൾ ഈ സന്ദേശം ഷെയർ ചെയ്ത് കൊടുക്കണം. കാരണം നമ്മളോട് സംസാരിച്ച സന്ദേശം ചിലപ്പോൾ ഇത് കേൾക്കാൻ ആഗ്രഹിക്കുന്ന മറ്റാരെങ്കിലും വെയിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അവർക്കും കൂടെ നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടുതൽ ബൈബിൾ അധിഷ്ഠിത ധ്യാന ചിന്തകൾക്കായി ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും. ചേർന്ന് കാണുന്ന ബെൽ ബട്ടനോട് പ്രസ് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷനോട് എനേബിൾ ചെയ്യാനോട് മറക്കരുത്. ആൻഡ് ഓർക്കണം, കല്ലുരുട്ടി മാറ്റുക, എഴുന്നേറ്റ് പുറത്തേക്ക് വരണം. അവൻ്റെ വിളിയെങ്കിൽ എടുത്തു മാറ്റിക്കളയേണ്ട കെട്ടിവെച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ നമ്മൾ എടുത്തു മാറ്റിക്കളയുക. ഇതെല്ലാം ചെയ്യുമെങ്കിൽ ദൈവത്തിൻ്റെ മഹത്വം നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ വെളിപ്പെടും. ആമേൻ. ഗോഡ് ബ്ലെസ് യു ആൻഡ് സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. നിങ്ങൾക്ക് ഈ സന്ദേശം ഒരു അനുഗ്രഹമാകുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ചേർന്ന് കാണുന്ന ബെൽ ഐക്കണും പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ആവുമെങ്കിൽ നിങ്ങൾക്ക് ഇപ്രകാരമുള്ള അപ്ഡേറ്റുകളും ബൈബിൾ സ്റ്റഡി സെഷനുകളും എല്ലാം ഇതേ ചാനലിൽ എപ്പോഴൊക്കെ അപ്ലോഡ് ആകുമോ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും.